നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19, വോട്ടെണ്ണൽ ജൂൺ 23. കൂടുതൽ വിശദാംശങ്ങളുമായി ആന്റണി ചേരുന്നു. ആന്റണി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ജൂൺ 19 വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ജൂൺ 23 വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ജൂൺ 2 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. 3 സൂക്ഷ്മ പരിശോധന നടക്കും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ 5 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ജൂൺ 23 നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അറിയാൻ ഒരു കൃത്യമായ ഉത്തരം ലഭിക്കും. ജൂൺ 19 നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകും എന്നുള്ളതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ കാദി, വിസാബാദർ മണ്ഡലങ്ങളിലേക്കും അതുപോലെ തന്നെ പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ്, ബംഗാളിലെ കാളിഗഞ്ച് തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ജൂൺ 19 വോട്ടെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ തന്നെ ഈ PV അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ LDF-ഉം UDF-ഉം അടക്കമുള്ള മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്കും ഒക്കെ കടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ ചർച്ചകൾ ഇരു മുന്നണികളിലും സജീവമാണ്. അവിടെ പ്രാരംഭ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ തുടങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവിടെ ചുവരെഴുത്തും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും അടക്കം LDF-ഉം UDF-ഉം ഒക്കെ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാഥമിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനായി ഉള്ളത്. ജൂൺ 2 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. ഇന്നിപ്പോൾ 25 തീയതിയാണ്. ഏതായാലും UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ LDF-ഉം ഏതാണ്ട് ചർച്ചകൾ വളരെ സജീവമായി തന്നെയാണ്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്ന U ഷറഫലി, അതുപോലെ തന്നെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ അടക്കമുള്ളവരുടെ പേരുകൾക്കും നിലമ്പൂരിൽ LDF ക്യാമ്പിൽ പരിഗണന നൽകുന്നുണ്ട്. അതേസമയം UDF-ൽ ഇപ്പോഴും ഉയരുന്നത് നിലവിൽ മലപ്പുറത്തിന്റെ DCC പ്രസിഡന്റായ VS ജോയിയുടെ പേരാണ്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും കേൾക്കുന്നുണ്ട്. അൻവർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ VS ജോയിയെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിനും VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന ഒരു താല്പര്യമാണ് ഉള്ളത്. ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നതിനോട് ലീഗിലെ ഒരു വിഭാഗത്തിന് വലിയ താല്പര്യമില്ല. VS ജോയി തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാടാണ് ലീഗിനുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി VS ജോയി തന്നെ അവിടെ വരും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ ജനുവരി 13 PV അൻവർ ഈ LDF ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഈ MLA സ്ഥാനം രാജിവെക്കുന്നത്. ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ചില ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ഒക്കെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചൊരു യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിയാണ് അൻവർ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. 14 വർഷത്തെ ബന്ധമാണ് ജനുവരി 13 അൻവർ LDF-ഉമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അൻവറിന്റെ ഒരു അന്ന് അതിനുശേഷമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തതിന് ശേഷമാണ് അൻവർ രാജിവെക്കുന്നത്. കാരണം അത് കൂറുമാറ്റത്തിന്റെ പരിധിയിലൊക്കെ വരും. അത് ഒഴിവാക്കുന്നതിന് ഭാഗമായി കൂടിയാണ് അൻവർ അന്ന് രാജി പ്രഖ്യാപനത്തിലേക്ക് പോയതെന്നുള്ളതാണ്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിനുള്ള മറുപടിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലേതെന്നുള്ള ഒരു വെല്ലുവിളിയും അൻവർ നടത്തിയിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ കഴിഞ്ഞ ദിവസം PV അൻവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDF-ന്റെ സ്വതന്ത്ര MLA ആയിരുന്നു അൻവർ മത്സരിച്ചിരുന്നത്. 2016 അൻവർ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറുന്നത്. അതിനു മുമ്പ് 2011 അവിടെ
PV അൻവർ മത്സരിച്ചിരുന്നു. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണെന്ന് PV അൻവർ മത്സരിച്ചത്. പക്ഷേ അൻവറിൻ്റേത് അന്ന് വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു മാസ് എൻട്രി എന്ന് തന്നെ പറയാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ ഇടത് സ്ഥാനാർത്ഥിയെ ഏറനാട് മണ്ഡലത്തിൽ അന്ന് 2011 അവിടെ ജയിച്ചത് UDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുൻമന്ത്രിയുമൊക്കെയായ ആര്യാടൻ മുഹമ്മദാണ്. ആ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ കടന്നുവരവ് LDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്തേക്ക് തള്ളുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നു മുതൽ തന്നെ ഇടതുപക്ഷം അൻവറിനെ നോട്ടമിട്ടിരുന്നു. അങ്ങനെയാണ് 2016 അൻവറിനെ മണ്ഡലം പിടിച്ചെടുക്കാനായി LDF നിയോഗിക്കുന്നത്. അങ്ങനെ അത് ചരിത്രമാവുകയും ചെയ്തു. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ അതുവരെ ഒരു നീണ്ട കാലം UDFിന്റെ കുത്തകയായിരുന്ന മണ്ഡലം അത് PV അൻവർ LDFിന് വീണ്ടെടുത്തു കൊടുത്തു. TK ഹംസ അവിടെ LDFിന്റെ അവസാന 1987 TK ഹംസയാണ് ജയിച്ചത്. അതിനുശേഷം പിന്നീട് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു കാലമായിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച്. അങ്ങനെ 2016 അവിടെ UDFിന്റെ തേരോട്ടം അവസാനിപ്പിച്ചു. 2016 ഈ അൻവർ അവിടെ വിജയിച്ചു കയറി. LDFിന്റെ ആ ഒരു തന്ത്രം അൻവറിനെ കൂടെ നിർത്തി മണ്ഡലം പിടിക്കാനുള്ള ആ തന്ത്രം വിജയിച്ചു കയറുന്നതാണ് അന്ന് കണ്ടത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തന്ത്രം തന്നെ LDF പയറ്റി. അങ്ങനെ അൻവറിന്റെ കുത്തകയായ മണ്ഡലം മാറി. തുടർച്ചയായ 2 തവണ അൻവർ നിലമ്പൂരിന്റെ MLA ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിലാണ് അൻവർ ഈ LDFുമായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെയും എതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നതും പിന്നീട് അൻവർ രാജിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അൻവറിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം താനാണ്, തൻ്റെ ഒപ്പമാണ് മണ്ഡലം, താനാണ് ശരിയെന്ന് അൻവറിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് അൻവർ അന്ന് രാജിയിലേക്ക് പോയത് അടക്കം. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ച് അൻവർ തന്നെ മുന്നിട്ടിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തൻ്റെ പിന്തുണ UDFിനാണെന്നുള്ള കാര്യം അൻവർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ ഇടയ്ക്ക് അത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പിന്നീട് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണ് ചെയ്തത്. ചേലക്കരയിൽ സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു എങ്കിലും അത് UDFിന് പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പിന്നീട് UDFിലേക്ക് കൂടുതൽ അൻവർ അടുത്തു. പക്ഷേ തൃണമൂൽ കോൺഗ്രസുമായുള്ളൊരു ബന്ധം UDFിന് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ UDFിലേക്ക് ഈ തൃണമൂൽ കോൺഗ്രസിന് എടുക്കുന്നതിനോട് ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് UDF നേതാക്കന്മാർ അൻവറുമായി ചർച്ച നടത്തിയിരുന്നു. അന്ന് അൻവർ വ്യക്തമാക്കിയിരുന്നു പിന്തുണ നൽകുമെന്നുള്ള കാര്യം. ഏതായാലും അൻവറിന്റെ പിന്തുണ ഇത്തവണ UDFിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം UDFിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം 2016 2016 2021 തെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് അവിടെ LDFിന്റെ വിജയത്തിന്റെ നിർണായകമായ ഒരു ഘടകമായി മാറിയത് എന്നുള്ളതാണ്. അൻവർ വന്നപ്പോൾ UDFിന്റെ വോട്ടുകൾ കൂടിക്കൊണ്ടാണ് അൻവർ വന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നിർണായകമായ ഒരു ചുവടുവെപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അൻവറിന്റെ പിന്തുണ UDFിന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവിടെ UDFിനുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കമുള്ള ചർച്ചകളിലേക്ക് UDF കടന്നിരുന്നു. ഏതായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും നേതാക്കളുടെ പ്രതികരണമൊക്കെ ഇത് സംബന്ധിച്ച ഉടൻ വരികയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ തന്നെ UDF ക്യാമ്പും കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിച്ചതാണ്. ഏതായാലും അത് ഉടനെ ഉണ്ടാകും. LDF ക്യാമ്പുകളിലും ആവേശം വളരെ പ്രധാനപ്പെട്ട നന്നായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. ഒരു ഘട്ടത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാമെന്നുള്ളതാണ് LDF സ്വീകരിച്ചത്. ഏതായാലും LDFും തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. BJPയെ സംബന്ധിച്ച് നിലവിൽ ഈ ഒരു മത്സരം ആവശ്യമില്ല, അല്ലെങ്കിൽ ആ മത്സരം വലിയ കാര്യമുള്ള ഒന്നല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ നിലവിൽ അവർ തീരുമാനം എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏതായാലും PV അൻവർ ഒഴിച്ചിട്ട മണ്ഡലം ആർക്ക് ഇനി സ്വന്തം, അത് LDFിന് നിലനിർത്താനാകുമോ അല്ലെങ്കിൽ UDF തന്നെ പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ളത്.
നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 19-നാണ് തിരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ജൂൺ 23-നാണ്. PV അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് അടക്കം ആവശ്യപ്പെട്ട് മുൻ MLA ആയിരുന്ന PV അൻവർ നേരത്തെ കേന്ദ്രത്തോട് തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു 2016 വരെ കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്ന ഒരു സ്ഥലത്ത് PV അൻവർ വന്നതിന് ശേഷം LDF കയറുകയായിരുന്നു. അതിനുശേഷം രാജി അടക്കമുള്ള സാഹചര്യത്തിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളത്തിലടക്കം വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്ക് തന്നെയായിരിക്കും ഇനി പോകുക. PV അൻവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. കോൺഗ്രസ് മത്സരിച്ചു വരുന്ന നിലമ്പൂരിൽ ഇത്തവണ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.